ഫിൻലൻഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റും. ഈവൻ നമ്മളൊരു ഓഫീസിൽ പോവുകയാണ്, നമ്മുടെ ആവശ്യം അവരുടെ ആവശ്യമായിട്ട് അവർ നടത്തിത്തരും. അത് പോപ്പുലേഷൻ കുറവുകൊണ്ടായിരിക്കാം, പക്ഷേ അവിടുത്തെ മറ്റേ ആൾക്കാർ കൈക്കൂലിയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം. ഇവിടെ വന്ന് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം. നമ്മുടെ ഒരു ദിവസം പോവുകയാണ്. മറ്റേത് നമുക്ക് ആ 1 മണിക്കൂറാണ് നമുക്ക് അവർ കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ആ കാര്യം നടത്തി കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് നാട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫിൻലൻഡിൽ പോയത്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു ഇടയ്ക്ക് പോരാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ ശേഷം റിയാലിറ്റി വന്നപ്പോഴേക്കും പൊതുവേ ഞങ്ങൾ കുറച്ച് നാൾ പുറത്ത് നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മനസ്സൊക്കെ ഭയങ്കര ലൈറ്റാവും. നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇവിടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല തകൃതം വേണം. അത് ഇവിടെ പഠിച്ച് ഇവിടെ ജീവിച്ച് അത് അങ്ങനെ ആ ഒരു കുറച്ച് നാളൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് പരിപാടി ചെയ്താലും ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ചിലർക്ക് സക്സസ് ആവും. ഗൾഫിൽ അങ്ങനെയല്ല കേട്ടോ. പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാത്തതിൻ്റെ കാരണം ഇവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അവിടെ കുറച്ച് കാമായിട്ട് ജീവിക്കുന്നു. അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പുറത്ത് പോയിട്ടുള്ള ആളുകളൊന്നും തിരിച്ച് നാട്ടിലേക്ക് വരണ്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നത്. പൊതുവെ പറയാറില്ലേ, കുറച്ച് സമ്പാദിച്ച് നാട്ടിലേക്ക് വന്നിട്ട് സെറ്റിൽഡ് ആവാം എന്ന് തീരുമാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പം നമുക്കൊരു സേവിങ്സ് ആയതിനു ശേഷവും നാട്ടിലേക്ക് വരണ്ട, അതിനുള്ള ഒരു കാരണം എന്താ? സേവിങ്സ് അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ചെലവ് കൂടുതൽ. അതായത് നമുക്ക് ഒരു മാസം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ചെലവുകളുണ്ട്. ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വീടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ വണ്ടി ഇതെല്ലാം ആയിട്ട് ചെലവുകളുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നമുക്ക് ബാലൻസ് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതൊരു കാരണമാണ്. പിന്നെ ഇത്രയും നാൾ 10-30 വർഷമൊക്കെ അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നെ പെൻഷൻ വാങ്ങിച്ച് ശാന്തമായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാകുവാണ്. ആഗ്രഹമുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും 1 മാസം 2 മാസമൊക്കെ ഒരു പ്രവാസിക്ക് നിന്ന് കഴിയുമ്പോഴേക്കും ഒരു രസമാണ്. അത് കഴിഞ്ഞ് നിൽക്കണമെങ്കിൽ നല്ല എമൗണ്ട് വേണം, നല്ല ബിസിനസ്സോ അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം. അത് ഇത്രയും നാൾ മാറി നിന്ന് നിൽക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ വന്ന് വീണ്ടും അതുപോലെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കസിൻസോ ആരെങ്കിലും ബ്രദേഴ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വരണല്ല, ഫിൻലാൻഡ് തന്നെ മതി അങ്ങനെ ഉണ്ടോ? പിള്ളേർ അവിടെ ഫിനിഷ് സ്കൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ ലാംഗ്വേജും ഫിനിഷ് തന്നെയാണല്ലോ. അപ്പം ആദ്യം നമ്മൾ അങ്ങനെയായിരുന്നു തീരുമാനിച്ച് തിരിച്ചിങ്ങോട്ട് വരാമെന്ന്. പക്ഷെ ഇവരവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം അവിടെ തന്നെ ഈവൻ സ്കൂൾ ചേഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞാൽ വരെ ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം പിന്നെ അങ്ങനെ പോവാൻ നമ്മളും പയ്യെ അവിടെ എനിക്ക് അറിയില്ല എന്നത്തെ കാലത്തൊന്നും. ഇവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അറിയണം. അവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാ? ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ എഡ്യൂക്കേഷനാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ പോലെ ഒത്തിരി പിള്ളേർക്ക് പഠിക്കേണ്ട. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വന്നു കഴിഞ്ഞാൽ പിള്ളേർ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം അങ്ങനെയല്ലേ. ഇവരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തേക്കുന്നത് 6th സ്റ്റാൻഡേർഡ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തേക്കുന്നത്. അപ്പം അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മാത്രമാണ് ആഴ്ചയിൽ 3 ദിവസം ഹോംവർക്ക് ഉള്ളൂ. പിന്നെ അവിടെ ജീവിക്കുമ്പം അവരറിയേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ. ഫിൻലൻഡ് എന്ന രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂറോപ്പിലെ ചില രാജ്യം ഏറെക്കുറെയൊക്കെ ഇതാണല്ലോ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളും കുറവാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരറിയേണ്ടത് ഇന്ത്യയിലെ ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി പോപ്പുലേഷൻ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ തന്നെ വേണം. ഫിൻലൻഡിനെ സംബന്ധിച്ച് പിള്ളേർക്ക് പഠിക്കുന്നതിൻ്റെ ഭാരം അങ്ങനെ ഇല്ല. ഇവർക്ക് പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഹോംവർക്ക് ഇല്ല,